രണ്ടു പകലും രാത്രിയും ഒരു നാടിനെ മുഴുവൻ മുൾമുനയിൽ നിർത്തിയ രണ്ട് പെൺകുട്ടികളുടെ തിരോധാനം. മലപ്പുറം താനൂരിൽ നിന്ന് കാണാതായ +2 വിദ്യാർത്ഥിനികളെ മുംബൈയിൽ നിന്ന് കണ്ടെത്തിയെങ്കിലും പല സംശയങ്ങളും ഉയരുന്നുണ്ട്. 16 വയസ്സുള്ള പെൺകുട്ടികൾ എങ്ങനെയാണ് മുംബൈ വരെ എത്തിയത്? അവർക്ക് യാത്രയ്ക്കുള്ള പണം എവിടെ നിന്ന് ലഭിച്ചു? വിദ്യാർത്ഥികൾക്കൊപ്പം ഉണ്ടായിരുന്ന യുവാവിന് കേസിൽ പങ്കുണ്ടോ? പൂനെയിൽ നിന്ന് കണ്ടെത്തിയ വിദ്യാർത്ഥിനികളുമായി പോലീസ് നാട്ടിലേക്ക് തിരിച്ചിട്ടുണ്ട്. നാളെ ഉച്ചയ്ക്ക് 12 മണിയോടെ ട്രെയിൻ തിരൂരിലെത്തും. രക്ഷിതാക്കളുമായി കുട്ടികൾ ഫോണിൽ സംസാരിച്ചു. എന്തിനാണ് പെൺകുട്ടികൾ പോയതെന്ന് വിശദമായി ചോദിച്ചറിയേണ്ടതുണ്ടെന്നും യാത്രയോടുള്ള താല്പര്യം കൊണ്ട് പോയതാണെന്നും പോലീസ് വ്യക്തമാക്കുന്നു. മണിക്കൂറുകൾ നീണ്ട അഭ്യൂഹങ്ങൾക്കും ആശങ്കകൾക്കും ഒടുവിൽ കഴിഞ്ഞ ദിവസം രാത്രിയാണ് പെൺകുട്ടികളെ കണ്ടെത്തിയത്. മൊബൈൽ ടവർ ലൊക്കേഷൻ കൃത്യമായി മനസ്സിലാക്കാനായതാണ് പെൺകുട്ടികളെ കണ്ടെത്തുന്നതിൽ നിർണായകമായതെന്ന് മലപ്പുറം SP R വിശ്വനാഥ് പറഞ്ഞു. കൂട്ടായ പരിശ്രമത്തിന്റെ ഭാഗമായാണ് അന്വേഷണം വിജയകരമായി പൂർത്തീകരിക്കാൻ സാധിച്ചത്. എന്തിനാണ് പെൺകുട്ടികൾ പോയതെന്ന് വിശദമായി ചോദിച്ചറിയേണ്ടതുണ്ട്. നിലവിൽ യാത്രയോടുള്ള താല്പര്യം കൊണ്ട് പോയതാണെന്നാണ് അറിയുന്നതെന്നും SP വ്യക്തമാക്കി. വിവിധ സ്ഥലങ്ങളിലോട്ട് പോകുമ്പോൾ നമ്മൾ അതായത് ഓഫീസർമാരെ ബന്ധപ്പെട്ട് അവസാനം ആണ് നമുക്ക് RPF പൂനെയുടെ സൈഡിൽ നിന്നുള്ള സപ്പോർട്ടിലാണ് നമുക്ക് ഇപ്പോൾ ഡിറ്റക്ട് ചെയ്യാൻ കഴിഞ്ഞത്. കുട്ടികൾ ഉപയോഗിച്ചിരുന്ന ഫോൺ അല്ലാതെ മറ്റൊരു ഫോൺ കയ്യിൽ കരുതിയിരുന്നതിൻ്റെ ലൊക്കേഷൻ കിട്ടിയതും സഹായകരമായി. ഓൾ ടുഗെദർ ഇന്നലെ ഒരു മിഡ് നൈറ്റോടുകൂടിയാണ് ഒരു അവർ പോയിന്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടി. മറ്റെല്ലാം മീഡിയയിൽ ഓൾറെഡി വന്നിട്ടുണ്ട്, അവർ പോയതും കാര്യങ്ങളും എല്ലാം. എനിവേസ് ഒരു ഗ്രൂപ്പ് എഫേർട്ട് ആയിരുന്നു. അതിൽ മുംബൈയിലെ മലയാളി സമാജം നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായി പെൺകുട്ടികൾ മുംബൈയിലെ മലയാളി സമാജം പ്രവർത്തകരോട് പറഞ്ഞതായാണ് വിവരം. വൈദ്യപരിശോധനയ്ക്ക് ശേഷം പൂനെയിലെ ജുവനൈൽ ബോർഡിന്റെ കെയർ ഹോമിലേക്ക് മാറ്റിയ കുട്ടികളെ പിന്നീട് താനൂർ പോലീസിന് കൈമാറി. വൈകിട്ട് 5:30ക്കുള്ള ഗരീബ് രഥിലാണ് കുട്ടികളുമായി അന്വേഷണ സംഘം യാത്ര തിരിച്ചത്. ഇതിനിടെ വീട്ടുകാരുമായും കുട്ടികൾ ഫോണിൽ സംസാരിച്ചു. കുട്ടികളെ വേഗം തന്നെ കണ്ടെത്തിയതിൽ പോലീസ് അടക്കം ആശ്വാസത്തിലാണെങ്കിലും ഇനിയും കാര്യങ്ങളിൽ വ്യക്തത വരേണ്ടതുണ്ട്. കുട്ടികളെയും രക്ഷിതാക്കളെയും കൗൺസിലിംഗിന് വിധേയമാക്കിയ ശേഷം കാര്യങ്ങൾ ചോദിച്ചറിയാനാണ് തീരുമാനം. സ്കൂളിലേക്ക് പോയപ്പോൾ 2 കുട്ടികളുടെയും കൈവശം വളരെ കുറച്ച് പണം മാത്രമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ മുംബൈയിലെ സലൂണിൽ 10,500 രൂപ ഇവർ ചെലവാക്കിയിരുന്നു. ഇവർ സ്വർണ്ണാഭരണം വിൽക്കുകയോ പണയം വെക്കുകയോ ചെയ്തിട്ടുണ്ടാകാമെന്നാണ് സംശയം. യാത്ര ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് ഇരുവരും പറഞ്ഞതിനാൽ സഹായിക്കുക മാത്രമാണ് ചെയ്തതെന്നാണ് കോഴിക്കോട് നിന്ന് ഒപ്പം പോയ യുവാവ് പോലീസിനോട് പറഞ്ഞത്. ഈ വിഷയങ്ങളെല്ലാം പോലീസ് വിശദമായി പരിശോധിച്ചു വരികയാണ്. News 18 മലപ്പുറം.